തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ അനാഥരായവർക്ക് തണലൊരുക്കി പത്തനാപുരം ഗാന്ധിഭവൻ. മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന 21 വയോധികരെ ഗാന്ധിഭവൻ ഏറ്റെടുത്തു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു മെഡിക്കൽ കോളേജിലെത്തി രോഗികളെ യാത്രയാക്കി. ഞങ്ങൾക്ക് ഒരു കുടുംബം ഉണ്ടാവുക, ഒരു കുടുംബം ഞങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. ആ കുടുംബം ഉണ്ടാക്കി തന്ന ഈ ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് അച്ഛൻ ഉണ്ടാകുന്നു, അമ്മ ഉണ്ടാകുന്നു, സഹോദരങ്ങളുണ്ടാകുന്നു, സ്നേഹിതരുണ്ടാകുന്നു. ഞങ്ങൾക്കാരുമില്ല എന്ന് പറഞ്ഞവർ ഇന്ന് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു പറയുന്നു, ഞങ്ങൾക്കൊപ്പം സർക്കാരുണ്ട്, ഞങ്ങളെ അവർ സംരക്ഷിക്കും. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 21 വയോധികരെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തു. 17 പുരുഷന്മാരും 4 സ്ത്രീകളും മെഡിക്കൽ കോളേജിലെ ചികിത്സ പൂർത്തിയാക്കി പത്തനാപുരത്തേക്ക് അവർ യാത്ര തിരിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നേരിട്ടെത്തിയാണ് ഓരോരുത്തരെയും യാത്രയാക്കിയത്. ഇവരിൽ പലർക്കും സ്വന്തം പേരോ നാടോ പോലും ഓർമ്മയില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 70-ലധികം പേരെ ഗാന്ധിഭവൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഗാന്ധിഭവന്റെ ഇടപെടലിനെ മന്ത്രി പ്രശംസിച്ചു. ആവശ്യമായ ഭക്ഷണം, അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള ധനസഹായം, ചെറിയ ഒരു ധനസഹായം ഗാന്ധിഭവന് നൽകുന്നുണ്ട്. ഈ വർഷം മുതൽ വയോസാന്ത്വനം എന്ന പദ്ധതിയിൽ ഗാന്ധിഭവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, വയോജനങ്ങൾ, മാനസിക രോഗികൾ, ഭിന്നശേഷിക്കാർ അടക്കമുള്ള 1500-ലധികം ആളുകൾ പത്തനാപുരത്തെ ഗാന്ധിഭവനിലുണ്ട്. ഇവരിൽ 300-ഓളം പേർ കിടപ്പ് രോഗികളാണ്. മീഡിയ 1 തിരുവനന്തപുരം.